കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും ചരിത്രപരമായ ഒരു കാരണമുണ്ട്. അതിലൊന്ന് മലബാർ ഭാഗത്തെ 1921 കലാപം, മാപ്പിള ലഹള. അത് ഹിന്ദു സമുദായത്തിന് വളരെ ആഘാതമായിരുന്നു. അന്നത്തെ കോൺഗ്രസിന്റെ നിലപാട് ഈ മാപ്പിളം ലഹളയെ ഒരു വർഗീയ ലഹളയുടെ കൽപ്പിക്കുന്നതിന് പകരം അതിനെ ശക്തമായിട്ട് എതിർക്കും. ഖിലാഫത്ത് മുസ്ലിംസിന്റെയും ഹിന്ദുക്കളുടെയും ഐക്യമുണ്ടായാലും സ്വാതന്ത്ര്യം നിലയ്ക്കാലും സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഈ കോൺഗ്രസ്സുകാരനാണ് നമുക്ക് ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. 1951 തെക്ക് ഭാഗത്ത് മന്നം ശങ്കർ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഹിന്ദു മഹാമണ്ഡലം എന്നുള്ള നിലയ്ക്ക് ജാതിക്ക് അതീതമായിട്ട് അന്ന് മുതലാണ് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഹിന്ദുക്കളെല്ലാം പറഞ്ഞിട്ട് ഒരുമിച്ച് കൂടണം എന്നുള്ള മുദ്രാവാക്യമൊക്കെ വന്നത്. അതിഗംഭീരമായിട്ടുള്ള നൽകും ഹിന്ദു മുന്നോട്ട് വന്നു. ദേവസ്വങ്ങൾ ഈ പൊതു ദേവസ്വം അത് മുഴുവൻ പ്രത്യേക ബോർഡ് ഉണ്ടാക്കി ആ ബോർഡിന്റെ കീഴിൽ ദേവസ്വം വേണം എന്നുള്ള ഒരു ശ്രമമൊക്കെ ആ സമയത്താണ് നടന്നത്. ഈ തരത്തിലുള്ള ഹിന്ദു ജാഗരണം വളരെ ശക്തമായിട്ട് നടന്ന സമയത്ത് ഈ ഒരു ഹിന്ദു ജാഗരണം കോൺഗ്രസിന്റെ താല്പര്യത്തിന് വിഘാതമാകും എന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം വിചാരിച്ചു. അവരെന്തെങ്കിലും ഇതിനെ തകർക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു. ആ ഒരു പരിശ്രമത്തിൽ ആദ്യം മന്നം ശങ്കരന്മാരെയൊക്കെ പുറത്താക്കാനുള്ളൊരു പരിശ്രമം കോൺഗ്രസ് നടത്തിയെങ്കിലും ഹിന്ദു ജാഗരണത്തിന് ശ്രമത്തിൽ ഇവർ വീണ്ടും ഉൾക്കൊണ്ടു. ആ ഉൾക്കൊണ്ട സമയത്ത് ഈ സാമുദായികമായ ഐക്യം നിലയിനേക്കാൾ കൂടുതൽ മന്നത്തിന് ശങ്കരൻ കുറച്ച് രാഷ്ട്രീയക്കാരും കൂടിയായിരുന്നു. അവരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ പൂർത്തിയാക്കാൻ നിൽക്കുക അവർക്ക് പ്രത്യേകമായിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഹിന്ദു ജാഗരണത്തിന്റെ ആ ഒരു ഇതിൽ പല ഹിന്ദു നേതാക്കന്മാരും തോറ്റു. ആ സമയത്ത് ഈ തമ്മിലൊരു അവിശ്വാസം, നായരാണ് എഴുപതിനെ തോൽപ്പിച്ച് എഴുപതിനാണ് നായരെ തോൽപ്പിച്ചൊരു അവിശ്വാസം ഈ ആൾക്കാരുടെ ഉണ്ടാക്കി. അങ്ങനെ ഹിന്ദു മഹാമണ്ഡലത്തെ തകർക്കാനായിട്ടുള്ള വളരെ കാര്യമായിട്ടുള്ള പരിശ്രമം കോൺഗ്രസ് ചെയ്തു. കോൺഗ്രസ് ആണ് ഈ ഹിന്ദു മണ്ഡലത്തെ തകർത്തെന്നുള്ള നിലക്കുള്ള ഹിന്ദു വികാരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആ സമയത്ത് തെക്ക് ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് ഭാഗത്തുള്ള വളർച്ചയും, അതായത് ശബരിമല തീവച്ച് നശിപ്പിച്ച സമയത്ത് ഈ ഒരു അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരം കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ഉണ്ടായത്. ഈ സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്താൻ അങ്ങനെ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച ആൾക്കാരെ കുറിച്ച് അന്വേഷിച്ച് ഒരു കേശവൻ റിപ്പോർട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ അംഗീകരിക്കാതെ അതിനെ പൂഴ്ത്തി വെച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1956 ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് അവർ വെച്ച അവരുടെ മാനിഫെസ്റ്റോയിൽ ഒരു പ്രധാനമായിട്ടുള്ള സംഗതി എന്താണെന്നറിയുമോ? ശബരിമല തീവച്ച് റിപ്പോർട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയാണ് ശബരിമല ക്ഷേത്ര തീവെപ്പ് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ ഹിന്ദു വികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ രണ്ട് സ്ഥലത്തും നിരാശരായ ഹിന്ദു സമുദായത്തിലെ ഒരു ശ്രദ്ധ പിടിച്ചെടുക്കാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തു. അതിലവർ വിജയിച്ചു. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വളർച്ചയിൽ പ്രധാനമായിട്ടുള്ളൊരു സംഗതി ഈ നാട്ടിലെ ഹിന്ദു ജനങ്ങളുടെ വികാരമാണ്.